ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ആ അപൂർവ നിമിഷത്തിലേക്ക് രാജ്യം ഉണരുകയാണ്. ഡൽഹിയിലെ ചരിത്രപ്രസിദ്ധമായ ചെങ്കോട്ടയുടെ കൊത്തളങ്ങളിൽ സാക്ഷാൽ ഭാരതമാതാവിന്റെ സിംഹാസനം പോലെ നിലകൊള്ളുന്ന ആ കോട്ട മതിലുകളിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങുന്ന ആവേശകരമായ ആ മാന്ത്രിക നിമിഷം. കാറ്റിന്റെ ശ്വാസത്തിൽ പോലും ദേശീയതയുടെ സുഗന്ധം പരക്കുന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ ഹൃദയമിടിപ്പ് ഒന്നായി മാറുന്ന ആ സുവർണ പ്രഭാതത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജ്യം ഇപ്പോൾ പടി കയറുകയാണ്. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷം കേവലം ഒരു വാർഷികാഘോഷത്തിന്റെ ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് കടക്കുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക സങ്കല്പങ്ങൾക്കും ദേശീയ ബോധത്തിനും തികച്ചും പുതിയൊരു അർത്ഥതലവും ആത്മീയ മാനവും നൽകുന്ന ചരിത്രപരമായ ആ മഹാമുന്നേറ്റത്തിനാണ് ഇത്തവണ ചെങ്കോട്ട സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്വാതന്ത്ര്യദിന പരേഡിന്റെ ഔദ്യോഗിക ചടങ്ങുകളുടെ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം സുവർണ നാദത്തിൽ മുഴങ്ങി കേൾക്കുകയാണ്. ഈ തിളക്കമാർന്ന മുഹൂർത്തം ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ അഭിമാനത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ തീർക്കുന്നു. അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് പുതിയ തിളക്കവും കരുത്തും പകർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള ഭരണപാടവത്തെ രാജ്യമെന്ന് വിറയാർന്ന ആദരവോടെയും കൃതജ്ഞതയോടെയുമാണ് സ്മരിക്കുന്നത്. രാജ്യത്തിന്റെ തനിമയും അടിയുറച്ച ദേശസ്നേഹവും നെഞ്ചേറ്റിക്കൊണ്ട് അദ്ദേഹം നടപ്പിലാക്കുന്ന ഓരോ ധീരമായ തീരുമാനങ്ങളും ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലേക്ക് അതിവേഗം നയിക്കുന്നു. ദശകങ്ങളായി സാധാരണക്കാരുടെ മനസ്സിൽ മാത്രം ഉറങ്ങിക്കിടന്ന സ്വപ്നങ്ങളെ ഓരോന്നായി സാക്ഷാത്കരിക്കാനും ലോകവേദിയിൽ ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം നടത്തുന്ന അശ്രാന്ത പരിശ്രമങ്ങൾ സമാനതകളില്ലാത്തതാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം ഇതിനകം തന്നെ ഒരു പുതിയ ചരിത്രം രചിച്ചു കഴിഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതിക്കായി അദ്ദേഹം സമർപ്പിക്കുന്ന ഓരോ നിമിഷവും വരും തലമുറകൾക്ക് എക്കാലത്തും വഴികാട്ടിയായ ഒരു വലിയ ദീപശിഖയായിരിക്കുമെന്നതിൽ സംശയമില്ല. സ്വപ്നതുല്യമായ പല പദ്ധതികളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് അദ്ദേഹം രാജ്യത്തെ ഒരു പുതിയ വിശ്വഭാരതത്തിന്റെ ദിശയിലേക്ക് ധീരമായി നയിക്കുകയാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ ഈ മഹാസമ്മേളനത്തിന് ഔദ്യോഗിക തുടക്കമാകും. ചടങ്ങിന്റെ തുടക്കത്തിൽ തന്നെ വന്ദേ മാതരം ആലപിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് മുന്നോടിയായി എത്തുന്ന ഈ വിശുദ്ധ നിമിഷത്തിൽ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ആദരസൂചകമായി എഴുന്നേറ്റ് നിൽക്കുമെന്നും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ ഇതിനകം തന്നെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും പതിവ് പോലെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുകയും ചെയ്യും. ദേശീയ ഗാനത്തിന് നൽകുന്ന നിയമപരമായ പരിരക്ഷയും ഔദ്യോഗിക പദവിയും നമ്മുടെ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുന്ന പുതിയ സാഹചര്യത്തിലാണ് തികഞ്ഞ രാജ്യസ്നേഹത്തോടെയുള്ള ഈ ചരിത്ര തീരുമാനം അധികാരികൾ കൈക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസനവും സുരക്ഷയും ഒരുപോലെ ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതികൾ ഇന്ത്യയെ ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി വളരാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഉറച്ച നേതൃപാടവവും രാജ്യത്തോടുള്ള ആത്മാർത്ഥമായ സമർപ്പണ ബോധവുമാണ് ഇത്തരം ഐതിഹാസിക തീരുമാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യക്ക് കരുത്തു പകരുന്നത്. ഈ സുവർണാവസരം രാജ്യത്തിന് സമ്മാനിച്ച അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ എല്ലാ ഭാരതീയരും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ ഭരണത്തിന് കീഴിൽ ഭാരതം ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുകയാണ്. രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിലും സാമ്പത്തിക രംഗത്തും അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ സമാനതകളില്ലാത്തതാണ്. രാജ്യത്തിന്റെ ഈ സമാനതകളില്ലാത്ത നേട്ടങ്ങൾക്ക് പിന്നിൽ നമ്മുടെ സ്വതന്ത്ര സമര സേനാനികൾ അനുഭവിച്ച കടുത്ത യാതനകളും ത്യാഗങ്ങളും നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ക്രൂരമായ മർദ്ദനങ്ങളും കാരാഗ്രഹവാസങ്ങളും ക്രൂരമായ അടിച്ചമർത്തലുകളും സഹിച്ച് ജീവൻ പോലും രാജ്യത്തിനായി സമർപ്പിച്ച ധീരദേശസ്നേഹികളുടെ ചോരയും കണ്ണീരുമാണ് ഇന്നത്തെ ഈ സ്വതന്ത്ര വായുവിന് അടിത്തറവാകിയത്. കൊടും ചൂടും തണുപ്പും വകവയ്ക്കാതെ കഠിനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവർ നടത്തിയ സമരങ്ങൾ നമ്മുടെ ചരിത്രത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളും എന്നാൽ എക്കാലത്തും ജ്വലിച്ചു നിൽക്കുന്ന ഓർമ്മകളുമാണ്. ഒട്ടനവധി മാതൃഭൂമി സ്നേഹികൾ ഇരുണ്ട ജയിലറകളിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി ജീവൻ വെടിഞ്ഞു. നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം കുടുംബത്തെയും ജീവനെയും പൂർണ്ണമായും ബലിയർപ്പിച്ച ആ ധീര മനുഷ്യരുടെ സ്മരണകൾക്ക് മുന്നിൽ തല കുനിച്ചുകൊണ്ടാണ് രാജ്യം ഇന്നത്തെ ഈ സുവർണ കാലഘട്ടത്തിലേക്ക് ചുവടുവെക്കുന്നത്. അവരുടെ ത്യാഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ദേശീയ പതാകയുടെ തിളക്കവും നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിലയും. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിൽ ഒന്നാണിത്.
അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ദീപം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. രാജ്യത്തിനു വേണ്ടി ജീവിച്ച ആ മഹാത്മാക്കളുടെ പാതയിലൂടെയാണ് ഇന്ന് ഭാരതം മുന്നേറുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും അവിസ്മരണീയമായ നേട്ടങ്ങളെയും രാജ്യപുരോഗതിക്ക് അവർ നൽകുന്ന അമൂല്യമായ സംഭാവനകളെയും ആദരിക്കുന്ന യുവശക്തി എന്നതാണ് ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ പ്രധാന പ്രമേയം. ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കോ പ്രക്ഷോഭങ്ങൾക്കോ മറുപടിയായല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവി തലമുറയുടെ ഊർജത്തെ അംഗീകരിക്കുന്നതിനായി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് ഈ പ്രമേയമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയുടെ യുവ മനസ്സുകളുടെ പ്രതിഭ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന നിരവധി വിസ്മയകരമായ കാഴ്ചകളാണ് ചെങ്കോട്ടയിൽ ഇതിനോടകം ഒരുക്കിയിരിക്കുന്നത്. ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബഹിരാകാശ മാലിന്യ സംസ്കരണം തുടങ്ങിയ അത്യാധുനിക മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ യുവ ഇന്ത്യൻ സംരംഭകരുടെയും എഞ്ചിനീയർമാരുടെയും മാതൃകകളും നൂതന ആശയങ്ങളും ആഘോഷവേളയിൽ പ്രത്യേകമായി പ്രദർശിപ്പിക്കും. പരമ്പരാഗത ആഘോഷങ്ങൾക്കൊപ്പം ശാസ്ത്രീയവും സാങ്കേതികവുമായ വലിയൊരു കുതിച്ചുചാട്ടത്തിന്റെ കൂടി പ്രഖ്യാപനമായിരിക്കും ഇത്തവണത്തെ ഈ സ്വാതന്ത്ര്യദിനം. രാജ്യത്തിന്റെ യുവജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ അവരുടെ കഴിവുകളെ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. യുവശക്തിയിലൂടെ രാജ്യം പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യുവാക്കളുടെ കയ്യിലാണ് നാളത്തെ ഇന്ത്യയുടെ ഭാവി എന്നത് അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ദേശീയ ഗാനത്തിന് നൽകുന്ന അതേ നിയമപരിരക്ഷയും ആദരവും ഇനി മുതൽ വന്ദേ മാതരത്തിനും ഉറപ്പാക്കുന്ന ചരിത്രപരമായ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ഭേദഗതി ബിൽ അടുത്തിടെയാണ് നമ്മുടെ പാർലമെന്റ് പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലും സർക്കാർ പാസാക്കിയ ഈ ബില്ലിന് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ഔദ്യോഗികമായി അനുമതി നൽകി കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊണ്ടുവന്ന ഈ ഭേദഗതി പ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ബോധപൂർവം അനാദരിക്കുന്നതും അതിന്റെ ആലാപനം തടസ്സപ്പെടുത്തുന്നതും 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കഠിനമായ ക്രിമിനൽ കുറ്റമായി മാറും. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഗാനം എന്നിവയ്ക്ക് ഭരണഘടനാപരമായി ലഭിക്കുന്ന അതേ പവിത്രതയും നിയമപരമായ സംരക്ഷണവുമാണ് ഇതോടെ വന്ദേ മാതരത്തിനും ലഭിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യവും സന്ദേശവും വിളിച്ചോതുന്ന ഈ ചടങ്ങിൽ രാഷ്ട്രീയ ഭേദമന്യേയുള്ള നിരവധി പ്രമുഖർ സംഘടിക്കും. സ്വാതന്ത്ര്യദിന ചടങ്ങിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ, ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിവിധ രാജ്യങ്ങളിലെ നയതന്ത്രജ്ഞർ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറകളിലുള്ള നിരവധി വിശിഷ്ടാതിഥികൾ ഓഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിലെ ഈ ആഘോഷങ്ങളിൽ നേരിട്ട് സാക്ഷികളാകും. വന്ദേ മാതരത്തിന്റെ ആത്മാവും യുവശക്തിയുടെ ഊർജവും ഇഴചേരുന്ന ഈ സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമാർന്ന അധ്യായങ്ങളിലൊന്നായി മാറും. ഈ മഹത്തായ മുഹൂർത്തം രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലുമുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്ക് പുതിയ ഊർജവും ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയും പകരുമെന്ന് തീർച്ചയാണ്. യുവതലമുറയുടെ കൈകളിൽ രാജ്യം കൂടുതൽ സുരക്ഷിതമായി മുന്നേറുന്ന ഈ സുദിനം ഭാരതത്തിന്റെ മഹത്തായ ഭാവിയുടെ സുവർണ പ്രഖ്യാപനമായി മാറും. ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി അക്ഷീണം പ്രയത്നിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഭാരതം കൂടുതൽ ഉന്നതിയിലേക്ക് കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രിയുടെ ഈ ദീർഘവീക്ഷണവും രാജ്യത്തോടുള്ള ആത്മാർത്ഥതയും തന്നെയാണ് ഭാരതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ ചരിത്രപരമായ തീരുമാനവും രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് ശക്തമായ അടിത്തറയിടുന്നു. ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്ന ഈ മാതൃകാപരമായ ഭരണരീതി രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിപ്പിടിക്കുകയാണ്. ഭാരതത്തിന്റെ ഈ സുവർണ കാലഘട്ടം രാജ്യത്തിന്റെ ചരിത്രത്തിൽ എക്കാലവും സുവർണ ലിപികളാൽ എഴുതപ്പെടും. രാജ്യം ഇന്ന് കൈവരിക്കുന്ന ഓരോ പുരോഗതിയും വരും തലമുറകൾക്ക് വലിയൊരു മുതൽക്കൂട്ടായി തന്നെ മാറും. അപ്പോൾ ഈ സുവർണ നിമിഷത്തെ നെഞ്ചിലേറ്റാൻ നിങ്ങൾ തയ്യാറാണോ? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.